ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മഹേഷിനെ പ്രിൻസിപ്പൽ പറഞ്ഞ പ്രകാരം ഒഴിവാക്കുകയാണ്. ഇത് നിങ്ങളുടെ ഇതുവരെയുള്ള സെറ്റിൽമെൻറ്റ്, ഇത് നിങ്ങളുടെ റിലീവിങ് ഓർഡർ. അത് വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ട് മഹേഷ് ആലോചിക്കുകയാണ്. ചന്ദ്രികേ, നീ എൻ്റെ ജോലി ഇല്ലാതാക്കും അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. അതൊക്കെ ചുരുട്ടി പോക്കറ്റിലിട്ടിട്ട് വലിച്ചു നീട്ടി നടക്കുകയാണ് മഹേഷ്. ചന്ദ്രികയും സിദ്ധുവും പോയിട്ടില്ല, അവർക്കുള്ള വണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഗേറ്റിൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് സിദ്ധു ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രികയെ വണ്ടി 5 മിനിറ്റ് കൊണ്ട് വരും ചന്ദ്രികയെ. അപ്പോഴേക്കും മഹേഷ് വരാന്തയിൽ നിന്നും നേരെ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്താണ് മഹേഷ് കാണുന്നത് രണ്ടുപേരെയും. സിദ്ധു ചന്ദ്രികയോട് ഇങ്ങനെ കുശലമൊക്കെ പറയാണ്. ചന്ദ്രികയെ, മലർ ഇന്ന് സ്കൂളിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് സാർ. അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? അവൾ ഇതുവരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇനി പഠിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്താ ചന്ദ്രികെ അങ്ങനെ പറയുന്നേ? സാറ് അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മലർ പഠിക്കുന്നതിലേ ശ്രദ്ധിക്കുന്നില്ല. എപ്പം നോക്കിയാലും സാറ് പോകുന്നതും പറഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടേയിരിക്കുക. അവളെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് എനിക്കും അറിയില്ല. ഇന്ന് രാവിലെ കൂടി ഒന്നും കഴിക്കാതെയാണ് സ്കൂളിലേക്ക് വന്നത്. എപ്പം നോക്കിയാലും വിഷമിച്ചിരിക്കുക. സാറില്ല ചന്ദ്രികയെ, ഞാൻ മലരനോട് പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. മഹേഷ് കണ്ട് ദേഷ്യം പിടിച്ച് പല്ല് ഞെരിച്ച് വരികയാണ്. ഭർത്താവിൻ്റെ ജോലി ഇല്ലാതാക്കിയിട്ട് കണ്ടവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നോ? നീ എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടോ എന്ന് പറഞ്ഞ് മഹേഷ് ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും അടുത്തേക്ക് പോവാണ്. എന്താ ചന്ദ്രികയെ, നിനക്ക് സന്തോഷമായില്ലേ? മനസ്സിൽ നല്ല സമാധാനമായി കാണുമല്ലോ. എന്താ സാർ? ചന്ദ്രിക എങ്ങനെ? നല്ല കമ്പനിയൊക്കെ തരുന്നുണ്ടോ? എടോ, അല്ല അതല്ല, കമ്പനിയിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ കണ്ടത് മുതൽ ചന്ദ്രികയ്ക്ക് എന്നോടങ്ങ് വെറുപ്പായി. ഞങ്ങൾ പിരിഞ്ഞിട്ട് 7 വർഷമാവുന്നു. പക്ഷേ ഡിവോഴ്സ് ചെയ്യണമെന്ന് എനിക്കും തോന്നിയിട്ടില്ല, ചന്ദ്രികയ്ക്കും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൾക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം നിങ്ങളാണ് സാർ. അവളുടെ മനസ്സ് നന്നായിട്ട് അങ്ങ് വശീകരിച്ചു അല്ലേ? മനസ്സിലാകാത്തൊരു കാര്യം, മറ്റൊരാളുടെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത്ര സഹതാപം. നിങ്ങളെപ്പോലെയുള്ള നന്മമരം കാരണമാണ് എന്നെപ്പോലുള്ളവരുടെ ജീവിതം തന്നെ ഇല്ലാതാവുന്നത്. അതുവരെ എന്തൊക്കെ സംഭവിച്ചാലും മിണ്ടാതിരിക്കുന്നവരാ. നിങ്ങളെപ്പോലുള്ള ഒരു ആൺതുണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എതിർത്ത് പറയാൻ തുടങ്ങുന്നു. ആദ്യം നിന്നെപ്പോലുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് അങ്ങ് കൊന്നേക്കണം. എങ്കിലേ ഞങ്ങളെപ്പോലെയുള്ളവരുടെ ജീവിതം തന്നെ നന്നാവും. ചന്ദ്രിക കയറി ഇടപെടുകയാണ്. ദേ നോക്ക്, ആവശ്യമില്ലാത്ത വെറുതെ സംസാരിക്കണ്ട. വേഗം ഇവിടെ നിന്ന് പോയിക്കോ. ഡേ, ഞാനെന്തിനാ പോകുന്നത്? ഇവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ടല്ലോ, അവനോട് പോകാൻ പറ. ഞാനാ നിന്നെ താലി കെട്ടിയ ഭർത്താവ്. എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവൻ്റെ കൂടെ കറങ്ങി നടക്കുക അല്ലേ? നിനക്ക് നാണയില്ലടി? സിദ്ധു പറയാണ്, നീയും ചന്ദ്രികയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞതല്ലേ? ഇനി നീ ആവശ്യമില്ലാതെ അവളോട് പ്രശ്നത്തിന് വന്നാൽ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. അതേ നോക്ക്, നിൻ്റെ ഹീറോയിസൊക്കെ ഏതെങ്കിലും മണ്ടന്മാർ കാണും, അവരോട് പോയി കാണിക്ക്. എന്നോട് കാണിച്ചാൽ നിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റും. എടാ അടിക്കടാ നീ, അടിക്കടാ നീ എന്ന് പറഞ്ഞ് സിദ്ധു മുട്ടി മുട്ടി പോവാണ്. അടിക്കാനല്ലേ പറഞ്ഞേ? അപ്പോഴേക്കും മഹേഷിൻ്റെ അടി നല്ല സ്പോട്ടിൽ വീട് കഴിഞ്ഞു. അതായത് സിദ്ധുവിൻ്റെ ചെകിട്ടത്ത് നോക്കിയിട്ട് സിദ്ധു താഴെ മറിഞ്ഞ് വീഴുകയും ചെയ്തു. ചന്ദ്രിക പോയി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സാർ എഴുന്നേൽക്ക് സാർ, എഴുന്നേൽക്ക് സാർ. വീണ്ടും മഹേഷ് പറയാണ്, മര്യാദയ്ക്ക് എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് പോയിക്കോ, എങ്കിൽ നിന്നെ കൊല്ലും ഞാൻ. സാർ എഴുന്നേൽക്ക് സാർ എന്ന് പറഞ്ഞ് എണീപ്പിക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ മഹേഷ് പറയാണ്, മര്യാദയ്ക്ക് ജീവൻ വേണമെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോ. അല്ല എന്താടി, അവൻ വീഴുമ്പോൾ നിനക്ക് വിഷമം വരുന്നേ? അവൻ നിന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണോ അതോ നീയാണോ അവനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ചന്ദ്രിക വിഷമത്തോടെ നോക്കുകയാണ്. അപ്പോൾ മഹേഷ് വീണ്ടും പല്ല് ഞെരിച്ചുകൊണ്ട് പറയാണ്, നിനക്കൊരു വിഷമം വരുമ്പോൾ അവനും, അവനൊരു വിഷമം വരുമ്പോൾ നീയും വിഷമിക്കുന്നു, രണ്ടുപേരും അല്ലേ? എന്താടി, അവൻ നിൻ്റെ ഭർത്താവാണോ? അതേടാ, ഇദ്ദേഹം എൻ്റെ ഭർത്താവ് തന്നെയാണ്. അതിന് നിനക്കെന്താ ഇപ്പോൾ? അത് കേട്ട് സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. ഓഹോ, അത്രയ്ക്കൊക്കെ ആയോ?
നിന്നെ എന്ന് പറഞ്ഞ് മഹേഷ് ചന്ദ്രികയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയാണ്. ആ കയ്യിൽ കയറി പിടിക്കുകയാണ് സിദ്ധു. പിന്നെ സിദ്ധു സർവ്വശക്തിയുമെടുത്ത് അവൻ്റെ ആ കൈ അവനെ ചുരുട്ടിക്കൂട്ടി അവിടെ ഇടുകയാണ്. അവൻ വേദന കൊണ്ട് പുളയാണ്. ഒറ്റേ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കൊടുക്കുകയും ചെയ്തു. ആ വേദനിക്കുന്നു എന്ന് പറഞ്ഞവൻ നിലത്ത് കിടക്കുകയാണ്. ചന്ദ്രികയെയും മലറിനെയും ഇനി ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ നിന്നെ ജീവനോടെ ഇവിടെ തന്നെ കുഴിച്ചു മൂടും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ നിന്നെ എന്ന് പറഞ്ഞ് സിദ്ധു വീണ്ടും അടിക്കാൻ കൈയോങ്ങാണ്. അപ്പോൾ കയ്യിൽ കയറിയിട്ട് ചന്ദ്രിക പിടിച്ചിട്ട് പറയാണ്, സാർ വേണ്ട സാർ, ഇയാളെ തല്ലി സാറിൻ്റെ അന്തസ് കളയാൻ നിൽക്കണ്ട, വിട്ടേക്ക് സാർ, ഇവൻ ചെയ്യുന്നതിനൊക്കെയുള്ള കൂലി ഭഗവാൻ കൊടുത്തോളും, സാർ വിടു സാർ. അപ്പോഴേക്കും വാച്ച്മാൻ അവിടെ എത്തി. ഓ മഹേഷേ, ഇവിടെ വന്ന് എന്തിനാടാ നീ അടിയുണ്ടാക്കുന്നത്? ഇവിടുന്ന്. അപ്പോൾ സിദ്ധു പറയാണ്, പോടാ മഹേഷ്, ഡീ നീ എന്നെ ഇവനെ കൊണ്ട് തല്ലിക്കും അല്ലേ? എമ്മേൽ കൈവച്ചതിന് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നീ കണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്, പോടാ എന്ന് പറഞ്ഞ് സിദ്ധു ഒന്നുകൂടി കൊടുത്തു. മഹേഷ് വേച്ചാണ് അവിടെ നിന്ന് പോയത്. അപ്പോഴേക്കും ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനുള്ള വണ്ടി വരികയാണ്. വലാതി, ചന്ദ്രികയെ വണ്ടി വന്നു, വാ കയറ്. ബാക്ക് സീറ്റിൽ തന്നെ ചന്ദ്രികയും സിദ്ധാർത്ഥും കയറി. രണ്ടുപേരും വല്ലാത്തൊരു വിഷമത്തോടെ ഇരിക്കുകയാണ് കാറിൻ്റെ ബാക്ക് സീറ്റിൽ. എന്നിട്ട് ഇടയ്ക്ക് ചന്ദ്രിക ചോദിക്കുകയാണ്, സാർ എന്തെങ്കിലും പറ്റിയോ സാർ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കാരണം സാറിന് ആകെ ബുദ്ധിമുട്ടായി അല്ലേ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല ചന്ദ്രികയെ, വിട്ടേക്ക്. സാറേ ഒരു 2 മിനിറ്റ് ഒന്ന് ഡീസൽ അടിച്ചോട്ടെ. ശരി. വണ്ടിയിലിരുന്ന് സിദ്ധാർത്ഥും ചന്ദ്രികയും പരസ്പരം നോക്കുകയാണ്. ഇത് ഓർക്കുന്നത് ചന്ദ്രിക പറഞ്ഞ വാക്കുകളാണ്. അയാൾ നിൻ്റെ ഭർത്താവാണോ? അതേടാ, അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. അതിന് നിനക്കെന്താ ഇപ്പോൾ? സിദ്ധുവിന് അതിൽ പരം വേറെ ഒന്നും കേൾക്കാനില്ലായിരുന്നു. ചന്ദ്രികയും അപ്പോഴാണ് ആ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നത്. എന്നോട് ക്ഷമിക്കണം സാർ. എന്തിന്? നിങ്ങൾ 2 പേരും വഴക്കടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിങ്ങൾ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു പോയി. അതിന് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ പോയതാ സാർ. ഇതിന് സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കാം സാർ. ചന്ദ്രികയെ, നീ ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ക്ഷമ ചോദിക്കേണ്ടതുള്ളൂ. നീ പറഞ്ഞതെല്ലാം വളരെ ശരിയാ. അങ്ങനെ ഡീസൽ അടിച്ചിട്ട് ഡ്രൈവർ വന്ന് ചോദിക്കുകയാണ്, സാറേ പോവാം. സിദ്ധു ചന്ദ്രികയെയും ചന്ദ്രിക സിദ്ധുവിനെയും പരസ്പരം നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത്, സിദ്ധു അടിച്ചതൊക്കെ ഓർത്ത് നന്നായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുക. മഹേഷും ഓർക്കുന്നത് അതുതന്നെയാണ്. അയാൾ നിൻ്റെ ഭർത്താവാണോ? അതേടാ, അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. അതിന് നിനക്കെന്താ? അത് ഓർത്തുകൊണ്ട് മഹേഷ് വീണ്ടും കുടിക്കുകയാണ്. അപ്പോഴാണ് മേഘയുടെ അമ്മാവൻ എന്ന് പറഞ്ഞയാൾ അവിടെ വന്നത്. എന്നിട്ട് അയാൾ മഹേഷ് കുടിക്കുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ ആ ചന്ദ്രികയുടെ ഭർത്താവാണല്ലോ. മഹേന്ദ്രൻ ചന്ദ്രികയ്ക്കും ഇവനും തമ്മിൽ ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ വിഷമത്തിൽ ഇവൻ വെള്ളമടി തുടങ്ങിക്കാണും. അവൻ്റെ അടുത്ത് പോയിരുന്നൊന്ന് സംസാരിച്ച് നോക്കാം, ഒരു കമ്പനി കിട്ടുമല്ലോ. അവിടെ പോയിരുന്നിട്ട് പറയാണ്, എന്താ മഹേഷേ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? നിങ്ങൾ ആ മനോഹരനല്ലേ? മേഘ മേഡം നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് അയാൾ ചിരിക്കുകയാണ്. മേഘ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പിന്നെ മലർ പഠിക്കുന്ന സ്കൂളിൽ നീ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നല്ലോ. മലർ നിന്നോട് നന്നായിട്ട് അടുത്തോ? ആ മഹേന്ദ്രൻ എന്നെ അതിന് സമ്മതിച്ചില്ലല്ലോ. കറസ്പോണ്ടൻ്റിനോട് പറഞ്ഞ് എന്നെ അവിടെയൊന്നും ഒഴിവാക്കിയില്ലേ, ജോലി കളയിച്ചില്ലേ. ഇതെപ്പോഴാണ് നടന്നത്? ഇന്ന് രാവിലെ. ഓഹോ, ആ വിഷമത്തിലാണല്ലേ ഇവിടെ ഇരുന്നിങ്ങനെ കുടിക്കുന്നത്. എന്തായാലും മഹേന്ദ്രൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ചന്ദ്രികയെ ആദ്യം നിങ്ങളിൽ നിന്ന് അകറ്റി, ഇപ്പോൾ മലരിനെയും നിങ്ങളിൽ നിന്ന് അകറ്റാണോ? അയാളെ വെറുതെ വിടാൻ പാടില്ല. അയാൾക്ക് ശരിക്കും ഒരു തിരിച്ചടി കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ആ ചന്ദ്രിക മഹേന്ദ്രനെയും സിദ്ധുവിനെയും കയ്യിലെടുത്ത് എന്നെ വല്ലാത്തങ്ങ് മാനം കെടുത്തി. അവൾക്ക് ശരിക്കൊരു പണി കൊടുക്കണം. ആദ്യം നീ ആരോടാ പകരം വീട്ടാൻ പോകുന്നത്? മഹേന്ദ്രനോടോ അതോ സിദ്ധാർത്ഥിനോടോ അതോ ചന്ദ്രികയോടോ? എനിക്ക് ആ 3 പേരോടും പകരം വീട്ടണം. 3 പേരോടും പകരം വീട്ടണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? ചന്ദ്രികയെയും മലരിനെയും നീ കിഡ്നാപ്പ് ചെയ്തേക്ക്. അവരെ നീ കണ്ണെത്താത്ത എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയേക്കണം. നോക്ക്, നീ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ മഹേന്ദ്രനും വിഷമിക്കും, സിദ്ധാർത്ഥും വിഷമിക്കും. ചന്ദ്രികയോട് നീ പകരം വീട്ടിയതാവുമല്ലോ.
അത് ശരിയാ, പക്ഷേ ചന്ദ്രികയെയും മലരിനെയും ഞാൻ എങ്ങനെ കിഡ്നാപ്പ് ചെയ്യും എന്ന് പറ. അതിനൊരു ഐഡിയ ഉണ്ട്, ഇങ്ങ് വാ. മനോഹർ ഐഡിയ ഒക്കെ സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ദേ നോക്ക്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചന്ദ്രിക തന്നെ നിന്റെ വലയിൽ വന്ന് വീണു കഴിയും. അത് കഴിഞ്ഞാൽ അവളെയും മലരിനെയും നീ എവിടെയെങ്കിലും ദൂരേക്ക് കൊണ്ടുപോയിക്കോ. നിങ്ങൾക്ക് വിദേശത്ത് ആരെയെങ്കിലും പരിചയമുള്ള ആൾ ഉണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീലങ്കയിൽ ഉണ്ട്. ശരി, അവിടെ നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ. അവിടെ ചെന്നിട്ട് നീ ചന്ദ്രികയെ വിവാഹം ചെയ്യുമോ അല്ലെങ്കിൽ നീ അടിമയാക്കി നിർത്തുവോ? അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ ഒരു കല്ലേറിൽ 3 മാങ്ങ വീണതുപോലെ ഇരിക്കും. മഹേന്ദ്രൻ, സിദ്ധാർത്ഥ്, ചന്ദ്രിക ഇവർ 3 പേർക്കും നീ കൊടുക്കുന്ന തിരിച്ചടിയായിരിക്കും. ഇതാ, ഇത് നീ കഴിച്ചിട്ട് ഇരുന്ന് ആലോചിക്ക്. കഴിക്ക് മഹേഷ്. രാത്രി 12 മണിയായി. സിദ്ധുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അപ്പോഴാണ് ഫോൺ അടിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഫോൺ എടുത്തിട്ട് നോക്കിയിട്ട് പറയാണ്, രാജീവാണല്ലോ. രാജീവ് എന്തിനാണ് വിളിക്കുന്നത്? അത് വിഷ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഹലോ സിദ്ധു, നിനക്കെൻ്റെ പിറന്നാൾ ആശംസകൾ. താങ്ക്സ് എടാ. ബർത്ത്ഡേക്ക് എന്താ പ്ലാൻ? ഒന്നുമില്ലടാ, ചന്ദ്രിക എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലടാ. ഈ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ്. എന്താടാ, ചന്ദ്രിക നിൻ്റെ ലവ് അംഗീകരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എടാ, അവളെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ അവളത് സമ്മതിച്ചു തരുന്നില്ലടാ. ഇവിടെ എന്തോ ഒന്ന് തടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ അല്ലാതെ ചന്ദ്രിക എന്തായാലും ഒരു നാട്ടിൻ പുറത്ത് കാര്യമല്ലേ, സുമാണ്. പിന്നെ ഒരാൾ ലവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അത് അംഗീകരിച്ചു തരുമോ? എടാ, അവൾക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അത് തുറന്ന് പറയാനായിട്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എടാ, അവൾ സ്നേഹം ഇങ്ങനെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെയാടാ ഒരുമിച്ച് ഞങ്ങൾ ജീവിക്കുന്നേ? അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തത് കാണിക്കുന്നത് പിന്നെ ചന്ദ്രിക സാധാരണ കോലം വരക്കുന്നതാണല്ലോ. ഇന്നത്തെ ഡിസൈൻ, അതായത് സിദ്ധു സാറിൻ്റെ ബർത്ത്ഡേ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. പിന്നെ എൻ്റെ ഹെൽത്തിനെ പറ്റി ചോദിച്ചവരോട് ഞാൻ പറയുന്നത്, ഞാനിന്ന് ചൊവ്വാഴ്ച പോയി സ്റ്റിച്ച് എടുത്തു. പക്ഷേ പെയിൻ കുറഞ്ഞിട്ടില്ല, നന്നായിട്ട് പെയിൻ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറയാണ്, എന്തായാലും വയറ്റിൽ കളിച്ചതാണല്ലോ, അതുകൊണ്ട് എന്തായാലും അതിൻ്റെ വേദന ഉണ്ടാവുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെഡിസിൻസൊക്കെ തന്ന് വിട്ടതാണ്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, സീ യു.